ജഡ്ജ് ഞാൻ ഇനി ചൂണ്ടിക്കാട്ടുന്ന കാര്യത്തിൽ എന്തുകൊണ്ടാണ് ജാഗരൂകനാകാത്തത്? അങ്ങ് ഭാഗികമായി നേരത്തെ ആ കാര്യം സൂചിപ്പിച്ചിരുന്നു. വടക്കാഞ്ചേരി കോടതിയിൽ 437 പ്രകാരം ജാമ്യാപേക്ഷ, ഹൈക്കോടതിയിൽ ആദ്യം 438 പ്രകാരം, പിന്നെ അകത്ത് കിടക്കുന്ന ആൾക്കുള്ള ജാമ്യം എന്ന നിലയിൽ 439 പ്രകാരം. ഒരേ സമയം രണ്ടിടത്ത് ജാമ്യാപേക്ഷ പരിഗണിക്കപ്പെടുകയാണ്. സെറ്റിൽഡ് ആയിട്ടുള്ള ഒന്നുണ്ടല്ലോ സുപ്രീം കോടതിയുടെ ഡയറക്റ്റീവ്, എന്താണ്? 2 ജാമ്യാപേക്ഷ ഒരേ സമയം കൊടുത്തുകൂടാ. അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടില്ല എന്നൊരു അണ്ടർടേക്കിംഗ് ഹൈക്കോടതിയുടെ മുൻപാകെ കൊടുക്കുകയും വേണം. അതും സുപ്രീം കോടതിയുടെ കാര്യമല്ലേ? ഈ 7 വർഷത്തിൽ താഴെ ശിക്ഷയുള്ളവർക്ക് ഉടൻ സർജിക്കൽ സ്ട്രൈക്ക് പോലെ അറസ്റ്റ് നടത്തിക്കൂടാ എന്ന് പറയുന്ന നീതിപീഠം ഈ സുപ്രീം കോടതി ഡയറക്റ്റീവും പരിഗണിക്കണ്ടേ സർ? അതെ, അത് മാത്രവുമല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് മൊത്തത്തിലൊരു ദുരൂഹത ഉണ്ടായിട്ടുണ്ട്, സംശയാസ്പദമാണ് എന്നൊരു രീതിയിൽ തന്നെ ഞാൻ സംസാരിച്ചല്ലോ. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ഉത്തരവ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞ കേസിൻ്റെ മെറിറ്റിലല്ല, ജാമ്യം കൊടുക്കാതിരിക്കുകയും ചെയ്യും. അത് കോടതിയുടെ വിവേചനാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ അന്വേഷണത്തിൽ പാളിച്ചുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നത് കോടതിയുടെ ഉത്തരവാദിത്തമാണ്, കോടതിയുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. പക്ഷേ അത് മൊത്തത്തിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു തെറ്റായ ഒരു സന്ദേശം നൽകുന്നതും അതിനേക്കാൾ ഉപരിയായിട്ട് നീതിപീഠത്തിൻ്റെ നിഷ്പക്ഷതയെക്കുറിച്ച് എന്താണ് റൈറ്റ് തിങ്കിങ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ, സുമനസ്സുകളായ ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ്. കാരണം നമ്മുടെ നീതിപീഠത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു മതിപ്പുണ്ട്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് നിലപാട് മാറ്റുന്നുണ്ടോ താങ്കൾ? അതായത് ജ്ഞാനശേഖരനാണ് തിരുത്തപ്പെടേണ്ടിയിരുന്നത്, ജ്ഞാനശേഖരനെതിരെയായിരുന്നു കോടതിയുടെ ധാർമ്മിക രോഷം ഉയരേണ്ടത്, ഫ്രാൻസിസ് ഷെൽബിയുടെ പേരിലായിരുന്നില്ല. ശരിയാണ്, അത് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് നമ്മൾ ജിഷ്ണു പ്രണോയി മരിച്ചു കഴിഞ്ഞപ്പം ഇപ്പം ഈ ഷബീർ ഷൗക്കത്ത് അലി പറഞ്ഞ ആ കുട്ടിയുടെ ആ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് സങ്കടത്തോടെ അതെന്തിനാണ് അൺറിലയബിൾ ചെയ്യുന്നത് ആവശ്യം പോലീസിനില്ല. ജീവിച്ചിരിക്കുന്ന ജിഷ്ണു പ്രണോയിയാണ് ഞാനെന്നാണ് ഈ കുട്ടി ആദ്യമായിട്ട് പറഞ്ഞത്. പോലീസിന് സംശയമില്ല, അല്ല കോടതി ഇപ്പം അതിൻ്റെ എവിഡൻസ് നോക്കുന്നത് ഇപ്പം ജാമ്യത്തിൻ്റെ കാര്യം മാത്രമല്ല. ജോർജ് ജോസഫ് ഈ വിഷയത്തിൽ നിന്നാൽ ജ്ഞാനശേഖരനോട് പോയി പറയുന്നുണ്ട് ഷഹീർ ഷൗക്കത്ത് അലി ഈ കാര്യങ്ങൾ, പഴയന്നൂർ ASIയോട് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന FIR തയ്യാറാക്കുന്നു. FIR അപ്പോഴും തയ്യാറാക്കിയിട്ടില്ല, പിന്നെ 1 മാസം കഴിഞ്ഞിട്ടാണ് തയ്യാറാക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, അത്രയുമാണ് ആ മനുഷ്യൻ്റെ ചുമതലാബോധം. അതിനുശേഷം ഈ ജിഷ്ണു പ്രണോയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലും ഷഹീർ ഷൗക്കത്ത് അലിയുടെ 164 എടുക്കാൻ തീരുമാനിക്കുന്നു. ഈ കിരൺ നാരായണൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അതിനുശേഷം ഈ 164 എടുത്തതുകൊണ്ട് ഒരു കോഗ്നിസബിൾ ഒഫൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ ഒരു FIR ഇടാനൊന്നും കഴിയില്ല. ഫ്രാൻസിസ് ഷിൽബി അതല്ല ചെയ്തതും. നേരെ തിരിച്ച് ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട കിരൺ നാരായണാണ് ബന്ധപ്പെട്ട മേലധികാരികളോട് പറയുന്നത് ഇത് ഗൗരവതരമാണ്, ഈ 164 ഇതിൽ ഗൗരവതരമായ കാര്യങ്ങളുണ്ട് കൃഷ്ണദാസിനെതിരെ, ആ നിലയിൽ അന്വേഷിക്കേണ്ടതാണ്. അവിടെ വെച്ചാണ് ഈ ജ്ഞാനശേഖരൻ്റെ പിഴവ് മേലധികാരികൾ മനസ്സിലാക്കുന്നതും ക്രൈംബ്രാഞ്ച് DYSPയെ ചുമതലയേൽപ്പിക്കുന്നതും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് DYSP ഷഹീറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു FIR ഇടുകയും തുടർ നടപടികളിലേക്ക് പോകുന്നു. അപ്പോൾ ജ്ഞാനശേഖരൻ ഉണർന്ന് പിന്നെ FIRലേക്ക് പോവുക, മറ്റു നടപടികളിലേക്ക് പോവുക, ഇതെല്ലാം ചെയ്യുകയാണ്. അവിടെ ഇതൊന്നും മനസ്സിലാക്കാതെ കോടതി ഇന്നിപ്പോൾ ഈ ഉത്തരവിറക്കിയിരിക്കുന്നതിൽ വലിയ പിഴവുകാരനായി പറയുന്നത് ഫ്രാൻസിസ് ഷെൽബിയെയാണ്. അല്ല, ഫ്രാൻസിസ് ഷെൽബിയുടെ നല്ല ഉദ്ദേശം നമുക്ക് മനസ്സിലാകും. പക്ഷേ അദ്ദേഹം അന്വേഷിച്ച വിവരങ്ങൾ ചിലത് അറസ്റ്റിൻ്റെ ടൈം പോലും കേസ് ഡയറി എഴുതിയിട്ടില്ല എന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. അവിടെ കേസ് ഡയറി എഴുതിയതിന് തെറ്റിപ്പോയില്ലേ? അതാ ഞാൻ പറയുന്നത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അതിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇത് 16-ാം തീയതി എഴുതി കൊടുത്തു. പക്ഷേ സ്റ്റേഷൻ ക്ലർക്ക് തീയതിയിൽ സംശയം വന്നതുകൊണ്ട് അത് പകർത്തി എഴുതുമ്പോൾ അതിൽ വീഴ്ച വരുത്തി. പിന്നെ ഈ വകുപ്പുകളുടെ കാര്യത്തിൽ ആദ്യത്തെ FIRലെ വകുപ്പുകളാണ് എടുത്തു വെച്ചത്. മുഴുവൻ തട്ടിപ്പായിരിക്കും. ഫ്രാൻസിസ് ഷെൽബി കൊടുത്താലും മറ്റുള്ള ആളുകൾ തട്ടിപ്പ് നടത്തും. ജ്ഞാനശേഖരൻ ഒരു തട്ടിപ്പ് നടത്തെങ്കിൽ ഈ സ്റ്റേഷൻ ക്ലർക്കിൻ്റെ ഉദ്ദേശശുദ്ധിയും സംശയിക്കണം. അതെ, കാരണം കോടതി അത്രയും ഡീപ്പായിട്ട് ആ കാര്യം ഈ കോടതി പോയല്ലോ. ഈ കോടതി ആ 164 പോലും കമ്പോട് കമ്പ് വായിച്ചല്ലോ. എന്തായാലും പോലീസ് ഇനിയെങ്കിലും ഈ 2 കുട്ടികളുടെയും കേസ് ഒരു സസ്റ്റെയിൻഡ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ നടത്തി മുന്നോട്ട് പോകുന്നതാണ് ഇനി നല്ലത്. അല്ലെങ്കിൽ പോലീസിന് വളരെയധികം പരിക്കേക്കും ഇതിനകത്ത്. കാരണം ഇത് 2 കേസും സമാനമായ രീതിയിലാണ് നടന്നിരിക്കുന്നത്. ആ കുട്ടിയുടെ ആ ആദ്യത്തെ ജിഷ്ണു പ്രണോയിയുടെ ബ്ലഡ് ഇപ്പം നമ്മൾ കണ്ടു, അദ്ദേഹത്തിൻ്റെ O ഗ്രൂപ്പായിട്ട് കണ്ടെടുത്തി കഴിഞ്ഞു. അത് ഒരു DNA ഫിംഗർ പ്രിൻറ്റ് അതുകൂടെ നടത്തി കഴിഞ്ഞാൽ ടാലി ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു പ്രശ്നം.
കാരണം ഇത് ഒരു മർഡറിലോട്ട് തന്നെ പോകുന്ന ഞാൻ പറയണത്. ഈ കുട്ടിയും ഈ ഷൗക്കത്ത് ഇപ്പോ പക്ഷെ പ്രശ്നം കോടതിയെ ഇതൊക്കെ ബോധ്യപ്പെടുത്താനാണ് ഏറ്റവും പണിയെടുക്കേണ്ടി വരുന്നത്. ഞാൻ ജാമ്യത്തിന്റെ പ്രശ്നമേ ഉള്ളൂ. അല്ല, ഒരു വിചാരണ കോടതിയുടെ സൂക്ഷ്മത ഇതിനോടകം തന്നെ പുലർത്തി കഴിഞ്ഞിരിക്കുന്നു. ഒരു വിചാരണ കോടതിയുടെ സൂക്ഷ്മത ഈ കാര്യത്തിൽ ഇതിനോടകം തന്നെ പുലർത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇടവേളയിലേക്ക് പോകാൻ, ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പെൻഡയും ചർച്ച ചെയ്യുന്നത് എന്താണ് ഇടിമുറി. ഇടിമുറിയിൽ പോയവന്റെ മറുപടിക്ക് വേണ്ടി നമുക്ക് ഇടവേളയ്ക്ക് ശേഷം കാത്തിരിക്കാം. ഷഹീർ ഷൗക്കത്ത് അലി പറയും എന്താണ് ഇടിമുറി, അവിടെ കൃഷ്ണദാസിന്റെ താണ്ഡവമാടൽ എങ്ങനെയെന്ന് ഇടവേളയ്ക്ക് ശേഷം.